ചെറുപഴം കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ ബൗൾ തന്നെ ഇതിന് വേണം. പിന്നെ ഇതിലേക്ക് ചെറുപഴം ഓരോന്നായിട്ട് തൊലി കളഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറുപഴം എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇല്ലെങ്കിൽ റോബസ്റ്റ് എടുക്കാം. ഏത്തമ്പഴം ഇതിന് അത്രയ്ക്ക് ടേസ്റ്റ് പോരാ. ഞാനിപ്പോൾ ഇവിടെ ഒരു 10-12 പഴം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. പഴമൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പൊട്ടറ്റോ മാഷർ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. പൊട്ടറ്റോ മാഷർ തന്നെ വേണമെന്നില്ല, തവിയോ സ്പൂണോ ഫോർക്കോ എന്തുകൊണ്ട് വേണമെങ്കിലും നമുക്കിത് ഉടച്ചെടുക്കാം. പക്ഷേ മിക്സിയിൽ അരച്ചെടുക്കാൻ പാടില്ല. അപ്പോൾ ഇത് കുടിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങൾ നമുക്ക് കടിക്കാൻ കിട്ടണം. അപ്പോഴാണ് ഇതിനൊരു നല്ല ടേസ്റ്റ് തോന്നുന്നത്. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കാം. കുറച്ച് അധികം പഴുത്ത പഴം എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ പെട്ടെന്ന് ഉടച്ചെടുക്കാനും പറ്റും. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കസ്കസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കസ്കസോ അല്ലെങ്കിൽ ചിയ സീഡ്സോ ഇതിന് വേണ്ടിയിട്ട് എടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നന്നാറി സിറപ്പാണ്. ഇതിപ്പോൾ എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടും. സൂപ്പർ മാർക്കറ്റിലും ബേക്കറിയിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നന്നാറി സിറപ്പ് പോലെ തന്നെ പൈനാപ്പിൾ സിറപ്പും വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് നന്നാറി സിറപ്പിനാണ് തോന്നിയിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നാറി സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് പ്രത്യേകിച്ച് പഞ്ചസാര മധുരത്തിന് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് തിളപ്പിച്ച് ആറി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പാലാണ്. ഇത് കുറച്ച് പാൽ ഇതിൽ ചേർത്ത് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പാലൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് തിക്കായിട്ട് വേണമെന്നുള്ളവർക്ക് പാലിൻ്റെ അളവ് കുറച്ച് കൊടുക്കാം. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ലൂസാക്കിയാണ് എടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ബാക്കിയിരിക്കുന്ന പാൽ കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ അവിലോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതായത് കപ്പലണ്ടിയോ ഉണക്കമുന്തിരിയോ ഈന്തപ്പഴം ട്യൂട്ടി ഫ്രൂട്ടി കാഷ്നട്ട് പൊടിച്ചത് ബദാം പൊടിച്ചത് അങ്ങനെ എന്ത് വേണോ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ ഇപ്പോൾ വേറെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. ഇത്രയും മാത്രമേ ഇത് ചേർക്കുന്നുള്ളൂ. ഇത് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചില കുട്ടികൾക്ക് ഈ പഴവും പാലും ഒക്കെ കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ ഒരു വയറ് നിറയുന്നവരെ കഴിച്ചോളും. ഇപ്പോൾ വലിയവർക്കായാലും ഇതൊരു ഗ്ലാസ് കുടിക്കുമ്പോൾ തന്നെ വിശപ്പ് മാറും, ദാഹവും മാറും. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ബൂസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചൂടുള്ള സമയത്ത് തണുത്ത വെള്ളമൊക്കെ നമ്മൾ കുടിക്കുമ്പോഴത്തേക്ക് തൊണ്ടയ്ക്കൊക്കെ പെട്ടെന്ന് പ്രശ്നം വരും. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് കുടിക്കുമ്പോഴത്തേക്ക് അധികം തണുപ്പും ഉണ്ടാവില്ല. ഇതിപ്പോൾ നമുക്ക് കുടിക്കാൻ പാകത്തിനുള്ള തണുപ്പേ ഉള്ളൂ. ഇതായിരിക്കും കുറച്ചുകൂടി ഹെൽത്തിന് നല്ലത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.